ശ്രീ മോഹൻലാൽ ചിന്തിച്ചിരുന്നോ ഈ ദൃശ്യം എന്നുള്ളത് ഒരു ദൃശ്യവിസ്മയമാകുമെന്ന്? ഇത് എൻ്റെ മാത്രം ഒരു വിജയമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നില്ല. അതാണ് അതിൻ്റെ സത്യവും. എല്ലാ സിനിമകളും അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരു ആക്ടറുടെ മേലെ മാത്രം ആരോപിക്കപ്പെടേണ്ടതല്ല. ദൃശ്യം എന്നുള്ള സിനിമയുടെ സക്സസ് എന്ന് പറയുന്ന ബേസ് അതിൻ്റെ കഥ, അതിൻ്റെ തിരക്കഥ, അതിൻ്റെ സംവിധാനം, അത്രേ അതിൻ്റെ ഒരു ക്രാഫ്റ്റാണ്. വളരെ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. നമ്മൾ പലപ്പോഴും പല സിനിമകളും ആ സിനിമയ്ക്ക് ആവശ്യമല്ലാത്ത രീതിയിലുള്ള ഷോട്ടുകൾ അത് ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അല്ല ശ്രീ മോഹൻലാൽ, ആ സിനിമ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ശ്രീ മോഹൻലാലിന് വേണമെങ്കിൽ ചില അതിഭാവുകത്വം തൻ്റെ അഭിനയത്തിൽ വേണമെങ്കിൽ കാണിക്കാൻ പറ്റുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾ ആ സിനിമയിലുണ്ടായിരുന്നു. ഒരു നടൻ വേണം സ്ലിപ്പ് ചെയ്യാവുന്ന ഒരുപാട് തലങ്ങളുണ്ടായിരുന്നു. പക്ഷേ താങ്കൾ അവിടെയൊക്കെ പിടിച്ചെന്ന് മാത്രമല്ല, ഒന്ന് വലിഞ്ഞിട്ടാണ് താങ്കൾ ചെയ്തത്. എന്ന കാരണം വെച്ചാൽ അങ്ങനെ ഒരു അപകടം എവിടെയോ പതിയിരിക്കുന്നുണ്ടെന്ന് ഒരുപക്ഷെ താങ്കളുടെ പരിചയം കൊണ്ടും ചിരപരിചയം കൊണ്ടും താങ്കളുടെ ഉപബോധ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെയല്ല, ഇപ്പോൾ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്കൊരിക്കലും 1% പോലും അയാൾ ഓവർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് സന്ദർഭങ്ങളിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ അതിലൊരു സീനുണ്ട്, പോലീസുകാരൻ പറയാണ് അയാൾ തിരിഞ്ഞു നോക്കും, ജോർജ് കുട്ടി തിരിഞ്ഞു നോക്കും. അതാണ് പോലീസിൻ്റെ ലാംഗ്വേജിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ട ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. പക്ഷേ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്ക്രിപ്റ്റിൻ്റെ പിൻബലം അതിനുണ്ട്. പിന്നെ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് അത്തരം സിനിമകളിൽ ഈ സാധാരണ ഇത്തരം സീരിയസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സെറ്റിൽ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാവുന്ന അതിൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിനെ ഒരുപാട് സിറ്റുവേഷനും അതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുകളിൽ ശ്രീ മോഹൻലാലിൻ്റെ ശരീരഭാഷ തന്നെ വളരെ വ്യത്യസ്തമാണ്. മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെയല്ല. പെട്ടെന്ന് താങ്കൾ എവിടുന്നോ ഒരു പ്രത്യേക തലം, ഒരു ഭാവം താങ്കൾ എടുത്ത് അണിയുന്നുണ്ട്. ഒരുപക്ഷെ അത് ആലോചിച്ചിട്ട് ചെയ്യുന്നതാണോ അതെയോ അല്ല, അങ്ങനെ സ്വാഭാവികമായിട്ട് നൈസർഗികമായിട്ട് വന്ന് ഭവിക്കുന്നതാണോ? ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ അഭിനയിക്കാൻ ചെല്ലുന്ന സമയത്ത് എനിക്കറിയില്ല എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കഥ അറിയാം. ആ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടുള്ളൊരു സീനാണ് എടുക്കുന്നത്. അയാൾ ആ കാറ് കണ്ടെത്തുകയും അതിൽ കയറി പോവുകയും ചെയ്യണം. അപ്പോഴത്തേക്ക് സിനിമയുടെ ഇൻ്റർവെല്ല് കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ സീൻ എടുത്തു കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം വേറൊരു സീൻ എടുക്കുമ്പോൾ അറിയാതെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ഉള്ള സീനുകൾ എടുക്കുന്ന സമയത്ത് അറിയാതെ ജോർജ് കുട്ടി എന്നൊരു ക്യാരക്ടർ ഷേപ്പ് ആവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഈ സിനിമയിലല്ല, ഏത് സിനിമയിലായാലും. അത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടിയില്ല. ശ്രീലാൽ, ജിത്തുവിൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ലാൽ ഉഴപ്പി അഭിനയിക്കുകയാണ്. ഇത് ഈ പടം തകർക്കാനുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. മഹാഭൂലോക ഉഴപ്പാണ്. ഒരു സിനിമ അഭിനയത്തിൽ കൊടുക്കേണ്ട ഒരു ഗൗരവമോ പാഠവും ഒന്നും താങ്കൾ കാണിക്കുന്നില്ല എന്ന്. ഇത് ഞാൻ പറഞ്ഞല്ല, വേണം കേൾക്കാം. അതെ, ചേട്ടാ, ഈ ദൃശ്യത്തിൻ്റെ ഷൂട്ടിങ് ലാലേട്ടൻ വന്ന് ജോയിൻ ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലാലേട്ടനറിയാലോ എൻ്റെ വൈഫാണ് അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ റൂമിലിരിക്കുമ്പോൾ ലിൻഡ എന്നോട് ചോദിച്ചു, ലാലേട്ടന് പ്രൊജക്റ്റിൽ എന്തോ ഒരു താല്പര്യക്കുറവ് പോലെ തോന്നുന്നു, അങ്ങനെ ഇങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ തോന്നി? അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ലാലേട്ടൻ ചെയ്യുന്ന കണ്ടിട്ട് എന്തോ ഒരു ശരിയാകുന്നില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു സുഖം തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യത്തെ 1-2 ദിവസം എനിക്കും അങ്ങനെ തോന്നി, പക്ഷേ ഇത് മിക്കവാറും സ്ക്രീനിൽ വരുമ്പോൾ ഇത് വേറെ രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും ലിൻഡ അപ്പോഴും കൺവിൻസ്ഡ് അല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ നമ്മളിനി വല്ലതും എൻ്റെ ഡയറക്ഷൻ ശരിയായിട്ടാണ്, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ പുള്ളിക്കുണ്ട്. ഇനിയിപ്പം ഇവൻ ചെയ്യുന്നൊന്നും ശരി, അങ്ങനെ വല്ല ഫീലിംഗ് ലാലേട്ടുണ്ടാകും. പക്ഷേ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പം എന്നോട് ലിൻഡ വന്നിട്ട് പറഞ്ഞൊരു ഡയലോഗാണ്, ഇതൊരു വല്ലാത്ത മനുഷ്യൻ തന്നെയാണ്. കാരണം അവിടെ ചെയ്തപ്പം ഒരു ഉഴപ്പി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു, പക്ഷെ അത് സ്ക്രീനിൽ വന്നപ്പോൾ അത് എന്താ പറയുക, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും എവിടെയൊക്കെ കറക്റ്റ് ഫീൽ കൊടുക്കണോ ആ കറക്റ്റ് ഫീല് എവിടെയൊക്കെ എന്താ പറയുക, അത് എത്ര നാച്ചുറലായിട്ട് ചെയ്തു എന്നുള്ള ആ ഒരു ഇത് എൻ്റെ വൈഫിൻ്റെ ഇതിൽ നിന്ന് വന്നു.
ശ്രീ മോഹൻലാൽ. ഇല്ല, ഞാൻ പറയാം. ഇപ്പം എന്താ പറയുക, ഒരു എനിക്ക് ഉറപ്പായിട്ട് അറിയാം ജിത്തും വൈഫും ഇത് ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഉണ്ടാകും. താങ്കളോട് വന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. ധൈര്യമല്ല കാര്യം, ഇത് അവർക്ക് തോന്നിയ ഒരു കാര്യമായിരിക്കാം. നമ്മൾ ഇതല്ലേ, ഇതൊരു സിനിമയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഓഫ് ആക്ടിങ് ഇല്ല. ഇപ്പോൾ നമ്മൾ 30ാമത്തെ സീൻ എടുത്തിട്ട് പിന്നെ എടുക്കാൻ പോകുന്ന 3ാമത്തെ സീനായിരിക്കും, അത് കഴിഞ്ഞിട്ട് 93ാമത്തെ സീനായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഒരു ആക്ടറുടെ അറിഞ്ഞോ അറിയാതുള്ളൊരു ബ്രില്യൻസാണ് അത്. അതിന് ഇപ്പോൾ പെട്ടെന്നൊരു ഉദാഹരണം ഞാൻ പറയാം. തന്മാത്ര എന്നുള്ള സിനിമ കണ്ടതിന് ശേഷം എൻ്റെ കൂടെയുള്ള ആൻ്റണി എന്നോട് വന്നു, സാറേ എനിക്കിങ്ങനെ ഷേക്കാൻ. ഞാൻ പറഞ്ഞ എന്താണ് സാർ, ഞാനിതിൻ്റെ ഷൂട്ടിംഗ് കണ്ടപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു പ്രമേയം, ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് സാറ് വന്നിട്ട് ഭയങ്കര ചിരി. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എൻ്റെ ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് മാറാനായിട്ട് ഞാൻ പോയിട്ട് തമാശകളും കാര്യങ്ങളും പറയാതെ ചിരിക്കുക ആൾക്കാരുമായിട്ട്. അപ്പം ആൻ്റണി പറഞ്ഞു, ഞാൻ വിചാരിച്ചത് വളരെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പക്ഷേ സിനിമ കണ്ടപ്പോഴാണ് എന്ന് പറയുന്നൊരു ടോട്ടാലിറ്റിയെക്കുറിച്ചൊരു ധാരണ നമുക്കറിയാതെ ഉണ്ടാകും. പിന്നെ നമ്മുടെ ഒരു മെത്തേഡ് ആക്ടിങ്ങോ അങ്ങനെയൊന്നുമല്ല. ഒരു സീനിനെ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഒരു പ്രാക്ടീസ് ആയിരിക്കാം, അറിയാതെ സംഭവിക്കുന്നതായിരിക്കാം. ഞാൻ ഒരിക്കലും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലോട്ട് ആർജിച്ചൊരു സ്കില്ലായിരിക്കും. ഞാനിപ്പോൾ വളരെ സീരിയസ്, ഇപ്പോൾ കിരീടമായാലും അല്ലെങ്കിൽ ദശരഥമായാലും ഭരതമായാലും എല്ലാ സിനിമകളും നമുക്ക് ഏറ്റവും, ഇപ്പോൾ രാംഗോപാൽ വർമ്മയുടെ കമ്പനി എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇതേപോലെ രാംഗോപാൽ വർമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, ലാൽ, ഞാൻ ഈ നിങ്ങളുടെ ഓരോ ഷോട്ടുകളും ഞാൻ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ വെച്ച് ഈ മനുഷ്യൻ എന്താണ് കാണിക്കുന്നത്. പക്ഷേ രണ്ടാമത് ഞാൻ വന്നപ്പോഴാണ് അതിൽ വളരെയധികം ചെറിയ കാര്യങ്ങൾ സംസാരിക്കും, ഒരു സാധനം എടുക്കുക, കണ്ണിലിങ്ങനെ ഒഴിക്കുക, ഒരുപാട് കാര്യങ്ങൾ. ഇത് നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും അറിയാതെ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ഈ നാച്ചുറാലിറ്റി എന്നൊക്കെ എപ്പോഴെങ്കിലും ലാലിന് തോന്നിയിട്ടുണ്ടോ, അതായത് ഈ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണം, ഒരു ബോധപൂർവമായിട്ട് അതിനെക്കുറിച്ചൊന്ന് കോണ്ടംപ്ലേറ്റ് ചെയ്ത് ഒന്ന് ചിന്തിച്ച് മനസ്സൊരു മനനം ചെയ്ത്? ഉണ്ടാകാം. അതോ തലേ ദിവസം സാധാരണ ആൾക്കാർ പറയുന്ന പോലെ ലാല് ആഹ്ലാദിച്ച് ഉല്ലസിച്ച് 100% അങ്ങനെ തന്നെയാണ്. ഷോട്ട് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കാം. ഒരു ഷോട്ട് കഴിഞ്ഞാലും ഞാൻ ഇന്നിപ്പം ജിത്തുവിൻ്റെ അടുത്ത് സംസാരിച്ചത്, ഞാനൊരു പിക്നിക്ക് പോലെയാണ് ഈ സിനിമയെ കണ്ടിരിക്കുന്നത്. എല്ലാ സിനിമകളും അങ്ങനെയാണ്. അത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഓൾറെഡി ആ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം റെഡിയായി കഴിഞ്ഞു, ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞൊരു കാര്യം കൂടെ, ഒരു ലൈഫ് സ്പാൻ ഓഫ് ആൻ ആക്ടർ, എസ്പെഷ്യലി ഫിലിം ആക്ടർ, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട്. അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അയാൾ തിരിച്ചു പോയിട്ട് അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീണ്ടും വരിക. ഇതൊരു ഹയസ്റ്റ് ഫോം ഓഫ് മെഡിറ്റേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്.